ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനി വിദ്യാലയ സ്കൂളിലേക്ക് പോകുന്ന കാര്യം രാജുവിനോട് പറയാണ്. അപ്പോൾ രാജുവിൻ്റെ മുന്നിൽ വെച്ച് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് നന്ദിനി സംസാരിക്കുന്നത്. പത്മയും ഇന്ദ്രജയും വേദയും വിജയനും ഒക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നന്ദിനി റൂമിലേക്ക് പോവാണ്. അപ്പോൾ രാജുവിനോട് ചോദിക്കുകയാണ്, സൂര്യ സാർ എവിടെ എന്ന് ചോദിക്കുകയാണ്, സൂര്യയോട് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട്. രാജു പറയാണ്, ഞാൻ കണ്ടില്ല സൂര്യ സാറിന്, റൂമിൽ തന്നെ ഉണ്ടാവും എന്ന് പറയാട്ടോ. അങ്ങനെയാണ് നന്ദിനി റൂമിലേക്ക് പോകുന്നത്. ആ സമയത്താണ് സൂര്യ പുറത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി ഡ്രസ്സൊക്കെ മാറിയിട്ട് കോട്ടൊക്കെ ഇട്ട ശേഷം തിരിച്ച് താഴേക്ക് വരുന്നത്. അപ്പോൾ നന്ദിനിയും സൂര്യയും പരസ്പരം കാണാതെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകുന്നത് കേട്ടോ. അങ്ങനെ സൂര്യ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് പെട്ടെന്ന് നന്ദിനിയുമായിട്ടൊന്നങ്ങ് കൂട്ടിമുട്ടാണ്. അങ്ങനെ സൂര്യയുടെ ഷർട്ടിൻ്റെ ബട്ടണിൽ നന്ദിനിയുടെ മുടി അങ്ങ് കൊളുത്തുകയാണ് കേട്ടോ. അതോടുകൂടി നന്ദിനിയുടെ മുടി കൊളുത്തിയതോടുകൂടി പത്മയും വേദയും ഇന്ദ്രജയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവർ കാണാൻ വേണ്ടി സൂര്യ കുറച്ച് കൂടുതലായിട്ട് അങ്ങ് അഭിനയിക്കുകയാണ്. നന്ദിനിയുടെ മുടി ഷർട്ടിൻ്റെ ബട്ടണിൽ കുടുങ്ങിയ ആ അവസരത്തിൽ തന്നെ അവരെ ചോണിപ്പിക്കാൻ വേണ്ടി സൂര്യ പിന്നെ പറയണം, നന്ദിനി ഇനി സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് പതിയെ പതിയെ ഇറങ്ങുക എന്ന് പറയുമ്പോൾ, ഞാൻ എങ്ങനെ ഇറങ്ങാനാണ് സാർ എന്ന് പറയുമ്പോൾ, ഞാൻ തന്നെ നിന്നെ ഇറക്കിക്കോളാം എന്ന് പറഞ്ഞ് നന്ദിനിയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സൂര്യ താഴേക്ക് പതിയെ പതിയെ നന്ദിനിയുമായിട്ട് സ്റ്റെപ്പ് ഇറങ്ങുന്നത്. സൂര്യ നന്ദിനിയെ ചേർത്ത് പിടിക്ക് ഇറങ്ങുന്നതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ദേഷ്യം പിടിക്കുകയാണ്. പത്മയ്ക്കൊക്കെ നല്ല ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പത്മ കേൾക്കാൻ വേണ്ടിയിട്ട് പറയാണ്, നന്ദിനി നിൻ്റെ മുടി മുറിച്ച് കളയാതെ തന്നെ ഞാൻ പതിയെ പതിയെ ഓരോന്നായിട്ട് ഞാൻ പതിയെ എൻ്റെ ബട്ടണിൽ നിന്നും വേർപ്പെടുത്തിക്കോളാം എന്ന് പറയുമ്പോൾ, അതെങ്ങനെ സാധിക്കും, സാരമില്ല അതൊന്നും മുറിച്ച് കളഞ്ഞാൽ മതി, രാജുവേട്ടൻ പോയി കത്രിക എടുത്തോണ്ട് വാ എന്ന് പറയണേ. കത്രിയൊന്നും വേണ്ട രാജുവേട്ടാ, ഞാൻ തന്നെ എൻ്റെ നന്ദിനിയുടെ മുടി ഓരോന്നായി ഞാൻ അഴിച്ചെടുത്തോളാം. ഈ നന്ദിനിയുടെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് തന്നെ ഈ മുടിയാണ്. ഇത്രയും ഭംഗിയുള്ള ഈ മുടിയൊന്നും മുറിച്ച് കളയാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പത്മയൊക്കെ കേൾക്കാൻ വേണ്ടി ഉറക്കെ നന്ദിനിയെക്കുറിച്ച് പുകഴ്ത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ പത്മയ്ക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ ഓരോ മുടിയിഴകളായിട്ട് വേർപിടിച്ചിട്ടാണ് നന്ദിനിയുടെ മുടി സൂര്യ ബട്ടണിൽ നിന്നും വേർപെടുത്തുന്നത്. അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന വേദക്കും ഇന്ദ്രജയ്ക്കും ഒക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട്. അജയനാണെങ്കിലോ ഒരു നാണം പോലെയാണ് കാണുന്നത്. അപ്പോൾ അജയൻ നല്ല ഒരു തമാശയോട് കൂടിയിട്ടാണ് അത് കാണുന്ന സമയത്ത് ദേഷ്യത്തിൽ വിജയനെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ വിജയൻ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കാണ്ടോ. അങ്ങനെ ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ പത്മയ്ക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ പത്മ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഒരക്ഷരം പോലും മിണ്ടാതെ അങ്ങ് എണീറ്റ് പോവുകയാണ്. സൂര്യ നന്ദിനിയുടെ മുടി വേർപെടുത്തിയ ശേഷം സൂര്യ പിന്നെ അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ സൂര്യ പോകുന്നത് നേരെ നന്ദിനിയോട് പറയാതെ നന്ദിനിയുടെ വീട്ടിലേക്കാണ്. നന്ദിനിയുടെ വീട്ടിൽ നിന്നും പ്രിയങ്കയെ കൊണ്ടുപോവാനാണ് സൂര്യ നേരെ വീട്ടിലേക്ക് പോകുന്നത്. സൂര്യ പോയി കഴിഞ്ഞ ശേഷം നന്ദിനിയും പോവുകയാണ് കേട്ടോ. നന്ദിനിയെ വിളിക്കാൻ അപ്പോഴത്തേക്കും ആരതി വരികയാണ് ഒരു ഓട്ടോയുമായിട്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഓട്ടോയിൽ കയറി പോവാട്ടോ. അപ്പോൾ ആരതി നന്ദിനിയോട് ഒരുപാട് പറയുന്നുണ്ട്, എന്തിനാണ് അവളുടെ TC വാങ്ങുന്നത്, പ്രിയങ്കയുടെ TC വാങ്ങേണ്ട ഒരു ആവശ്യവുമില്ല, നീ എന്തിനാ അവർ പറയുന്നതൊക്കെ കേട്ട് ഇങ്ങനെ പ്രിയങ്കയുടെ ഭാവി തന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നത്, നല്ല സ്കൂളല്ലേ, അവൾക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് അവിടെ അഡ്മിഷൻ കിട്ടിയത്, അവളുടെ പഠിപ്പിനുള്ള യോഗ്യതയ്ക്കനുസരിച്ചുള്ള അഡ്മിഷനാണ് അവൾക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് നന്ദിനിയെ. പക്ഷേ നന്ദിനി പറയണേ, വേണ്ട, ഇനി ആ സ്കൂളിൽ എൻ്റെ അനിയത്തി പഠിക്കേണ്ട, കാരണം അവിടെ പഠിച്ചാൽ ഇവരെല്ലാവരും കൂടി പറയാ ഞങ്ങളുടെ കാശ് കൊണ്ടാണ് പഠിച്ചത് എന്നാണ് പറയുക, അത് അവളുടെ ഭാവിക്ക് പോലും ദോഷമാണ്, അതുകൊണ്ട് എൻ്റെ അനിയത്തി ആ സ്കൂളിൽ പഠിക്കേണ്ട എന്ന് പറയുമ്പോൾ വീണ്ടും ആരതി ഒരുപാട് ഉപദേശിക്കുന്നുണ്ട്. നന്ദിനി ഇനി വെറുതെ എടുത്തു ചാടുകയാണ്. കാരണം പത്മ മേഡം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതൊന്നല്ലല്ലോ അക്കണ്ട സ്വത്തുകളൊക്കെ, സൂര്യ സാറിൻ്റെയും യതീന്ദ്രൻ സാറിൻ്റെയും ഒക്കെ കഷ്ടപ്പാടുണ്ട്, അവർ നിനക്ക് വേണ്ടി എന്തും ചെയ്യാനാണ് അവർ രണ്ടുപേരും തയ്യാറായി നിൽക്കുന്നത്, പിന്നെ നീ ആ വീട്ടിൽ അത്രമാത്രം അധികം പണിയെടുക്കുന്നുണ്ട്, അതിനുള്ള കൂലിയായിട്ടെങ്കിലും നീ ഇത് കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ ആരതി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ എൻ്റെ അനിയത്തിയെ അവിടെ പഠിപ്പിക്കില്ല എന്ന് തന്നെയാണ് നന്ദിനി തീരുമാനിക്കുന്നത്. അങ്ങനെ നന്ദിനി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. പ്രിയങ്കയും കൂട്ടി നേരെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. മുത്തശ്ശിയും കാർത്തികയും അവിടെ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോ കണ്ടപ്പോൾ കാർത്തികയും മുത്തശ്ശിയും നന്ദിനിയുടെയും ആരതിയുടെയും അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, പ്രിയങ്ക എവിടെ എന്ന് ചോദിക്കുമ്പോൾ, പ്രിയങ്കയെ സൂര്യ സാറ് വന്ന് കൊണ്ടുപോയല്ലോ എന്ന് പറയുമ്പോൾ, സൂര്യ സാറോ, എപ്പോഴാണ് സൂര്യ സാർ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, നീ അറിഞ്ഞിട്ടില്ലേ നന്ദിനി അപ്പോൾ ഇവിടേക്ക് വരുന്നത്? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല, സൂര്യ സാർ ഇവിടെ വന്ന് പ്രിയങ്കയും കൂട്ടി എവിടെയൊക്കെ പോയി എന്ന് പറയുമ്പോൾ കാർത്തിക ചോദിക്കുകയാണ്, അല്ല ചേച്ചിയും സൂര്യ സാറും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയണേ, നീ ഒന്നും മിണ്ടാതിരിക്കുക, അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, അപ്പോൾ നിന്നോട് പറയാതെയാണോ ഇവിടേക്ക് വന്നത്? എന്താണെന്നറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല, ഇവിടേക്ക് വരികയാണെന്നൊന്നും പറഞ്ഞില്ല എന്ന് പറയട്ടോ. അപ്പോൾ എന്തിനാണിപ്പോൾ പ്രിയങ്കയെ നീ
ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അത് കേൾക്കുന്ന സമയത്ത് മുത്തശ്ശിക്കും കാർത്തികയ്ക്കൊക്കെ വിഷമാവും കേട്ടോ. അപ്പോൾ ആരതി പറയാണ്, നന്ദിനിയോട് ഞാൻ പറഞ്ഞതാണ് ഇനിയിപ്പോൾ അവളുടെ പ്രിയങ്കയുടെ സ്കൂളിൽ നിന്നും വാങ്ങണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശിയും കാർത്തികയും പറയാണ്, ചേച്ചിയുടെ തീരുമാനം തന്നെയാണ് ശരി, പ്രിയങ്കയെ ആ സ്കൂളിൽ പഠിപ്പിക്കേണ്ട എന്ന് പറയാണ്. അങ്ങനെ ആരതിയും നന്ദിനിയും കൂടി നേരെ സ്കൂളിലേക്ക് പോവാണ്. സ്കൂളിൽ പോയിട്ട് അവിടുന്ന് യും വാങ്ങണം, 2 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തത് അതും തിരിച്ചു വാങ്ങണം എന്ന് പറയട്ടെ. അപ്പോൾ അത് തരുമോ എന്ന് ആരതി ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ആ പ്രിൻസിപ്പാളോട് സംസാരിച്ച് ആ പൈസ തിരിച്ചു വാങ്ങണം, അതേ ശരിയാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നന്ദിനിയും ആരതിയും നേരെ സ്കൂളിലേക്ക് ചെല്ലുന്നത്. അതിൻ്റെ മുന്നേ തന്നെ സൂര്യ പ്രിയങ്കയുമായി സ്കൂളിൽ എത്തിയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് പ്രിൻസിപ്പാളുമായി സംസാരിക്കുകയാണ്. സൂര്യ പ്രിൻസിപ്പാളോട് പറയണ, നന്ദിനി വരും ഇവിടേക്ക്, പ്രിയങ്കയുടെ ചേച്ചി നന്ദിനി ഇവിടേക്ക് വന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും കൊടുക്കരുത്, പിന്നെ 2 ലക്ഷം രൂപയും തിരിച്ചു ചോദിക്കും, ആ സമയത്ത് ഒരു കാരണവശാലും പൈസ തിരിച്ചു തരാൻ കഴിയില്ല എന്ന് തന്നെ നന്ദിനിയോട് പറയണം. ഞങ്ങൾ തന്നിട്ടുള്ള ആ 2 ലക്ഷം രൂപ ഞങ്ങൾ ഇവിടേക്ക് ചാരിറ്റിയിലേക്ക് ഒരുപാട് പൈസ തരാറുള്ളതല്ലേ, അതിലേക്ക് കൂട്ടിയാൽ മതി എന്നൊക്കെ സൂര്യ പ്രിൻസിപ്പാളുമായി സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ പ്രിൻസിപ്പാളോട് എല്ലാ കാര്യങ്ങളും സൂര്യ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. നന്ദിനി എത്ര തന്നെ ചോദിച്ചാലും പ്രിയങ്കയുടെ കൊടുക്കരുത്, അഡ്മിഷന് തന്നിട്ടുള്ള 2 ലക്ഷം രൂപയും തിരിച്ചു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടാണ് സൂര്യയും പ്രിയങ്കയും അവിടെ നിന്ന് പോകുന്നത്. അപ്പോഴാണ് അവിടേക്ക് നന്ദിനിയും ആരതിയും കൂടി അവിടേക്ക് വരുന്നത്. അങ്ങനെ സൂര്യ പോയി കഴിഞ്ഞ ശേഷം പ്രിൻസിപ്പാളുടെ റൂമിലേക്ക് നന്ദിനി ചെല്ലുകയാണ്. എന്നിട്ട് നന്ദിനി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. മേഡം ക്ഷമിക്കണം, എൻ്റെ അനിയത്തിക്ക് ഇവിടെ അഡ്മിഷൻ വേണ്ട, എൻ്റെ അനിയത്തിയുടെ തിരിച്ചു തരണം എന്നൊക്കെ പറയുമ്പോൾ, അതെന്താ നന്ദിനി നീ അങ്ങനെ പറഞ്ഞത്, നല്ല പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണ് പ്രിയങ്ക, അവളുടെ പഠിപ്പിൻ്റെ യോഗ്യതക്കാണ് ഇവിടെ അവൾക്ക് അഡ്മിഷൻ കിട്ടിയത്, അവൾക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് ഇവിടെ അഡ്മിഷൻ ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്, അതും 20 കുട്ടികളെയാണ് ചാരിറ്റിയുടെ പേരിൽ ഇവിടേക്ക് കുട്ടികളെ പഠിക്കാൻ വേണ്ടി എടുക്കുന്നത്, അതിൽ ഒരു കുട്ടിയാണ് പ്രിയങ്ക, പ്രിയങ്കയ്ക്ക് എല്ലാ യോഗ്യതയും ഉള്ളത് കൊണ്ട് തന്നെയാണ് പ്രിയങ്കയ്ക്ക് ഞങ്ങൾ അഡ്മിഷൻ കൊടുത്തത്, അല്ലാതെ ഡൊണേഷൻ പ്രതീക്ഷിച്ചിട്ടല്ല, ഡൊണേഷനായിട്ട് വാങ്ങിയിട്ടുമില്ല എന്നൊക്കെ പറയുമ്പോൾ നന്ദിനി പറയണേ, പിന്നെ 2 ലക്ഷം രൂപ എൻ്റെ അനിയത്തിയുടെ പേരിലാണല്ലോ ഇവിടെ അഡ്മിഷന് വേണ്ടി കൊടുത്തത്, അതുകൊണ്ട് ആ പൈസ തിരിച്ചു തരണം എന്ന് പറയുമ്പോൾ, അതിന് പ്രിയങ്കയ്ക്ക് വേണ്ടിയിട്ടല്ലല്ലോ അഡ്മിഷന് വേണ്ടി ആ ഒരു തുക തന്നിട്ടുള്ളത്, അത് ചാരിറ്റിയിലേക്ക് തരാറുള്ളതാണ്, സൂര്യ സാറും യതീന്ദ്രൻ സാറും സ്കൂളിലേക്ക് ചാരിറ്റിയുടെ പേരിൽ പൈസ തരാറുണ്ടല്ലോ, അങ്ങനെയാണ് ആ പൈസ ഇവിടെ വന്നിട്ടുള്ളത്, അല്ലാതെ പ്രിയങ്കയ്ക്ക് അഡ്മിഷന് വേണ്ടിയിട്ടല്ല എന്ന് പറയണ്. അങ്ങനെ നന്ദിനി പ്രിൻസിപ്പാളുമായിട്ട് എത്ര ചോദിച്ചിട്ടും അഡ്മിഷനും കൊടുക്കുന്നില്ല, ഡൊണേഷനും കൊടുക്കില്ല കേട്ടോ. അങ്ങനെ സൂര്യ പറഞ്ഞതുപോലെ തന്നെയാണ് പ്രിൻസിപ്പാള് നന്ദിനിയോട് സംസാരിച്ചത്. അങ്ങനെ നന്ദിനിയും ആരതിയും കൂടി തിരിച്ചു പോവാണ്. അപ്പോൾ നന്ദിനിക്കാണെങ്കിൽ വല്ലാത്ത നിരാശയോട് കൂടിയിട്ടാണ് പോകുന്നത്. പത്മ മേഡത്തിൻ്റെ മുന്നിലേക്ക് ഈ പൈസ കൊടുക്കണം, എൻ്റെ അനിയത്തിയുടെ വാങ്ങി ഇനി ഞാൻ നിങ്ങളുടെ കെയർ ഓഫിലല്ല പഠിപ്പിക്കുന്നത് എന്നൊക്കെ തെളിയിക്കണം, അവരുടെ വായ അടപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നന്ദിനി വാങ്ങാൻ വേണ്ടി സ്കൂളിലേക്ക് ചെന്നത്. പക്ഷേ സൂര്യ അതിൻ്റെ മുന്നേ തന്നെ അവിടെ ചെന്ന് ഇങ്ങനെ സെറ്റാക്കിയത് കൊണ്ട് തന്നെ നന്ദിനി എത്ര ചോദിച്ചിട്ടും പ്രിൻസിപ്പാൾ കൊടുക്കാതെ പ്രിയങ്കയെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാം എന്നുള്ള തീരുമാനം എടുക്കേണ്ടി വരികയാണ്. അപ്പോൾ ആരതി പറയാണ്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, പ്രിയങ്കയ്ക്ക് യോഗ്യതയുള്ളത് കൊണ്ട് തന്നെയാണ് വിദ്യാലയ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയതും അവിടെ പഠിക്കാനുള്ള എല്ലാ തരത്തിലുള്ള യോഗ്യതയും പ്രിയങ്കയ്ക്കുണ്ട്, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, അല്ലാതെ നീ കരുതുന്നത് പോലെ പത്മ മേഡം പറയുന്നത് പോലെ അഡ്മിഷന് വേണ്ടി 2 ലക്ഷം രൂപ കെട്ടിവെച്ചിട്ടൊന്നുമല്ല പ്രിയങ്കയ്ക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത് എന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ എന്നൊക്കെ ആരതി പറഞ്ഞു കൊടുത്ത് നന്ദിനിയെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നെ വീട്ടിലെത്തിയ ശേഷം സൂര്യയും നന്ദിനിയും പ്രിയങ്കയും ഒക്കെ കൂടി സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ നന്ദിനി പറയാണ്, ഞാൻ ആ വീട്ടിലേക്ക് ഇനി തിരിച്ചു വരില്ല, കാരണം ആ 2 ലക്ഷം രൂപ സ്കൂളിൽ നിന്നും തിരിച്ചു കിട്ടാതെ ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരില്ല എന്നുള്ള തീരുമാനം കേൾക്കുമ്പോൾ സൂര്യ തന്നെ അങ്ങ് ഞെട്ടിപ്പോണി. എന്താണ് നന്ദിനി ഈ പറയുന്നത്, ഞങ്ങളത് ചാരിറ്റിയിലേക്ക് കൊടുക്കുന്നതായിട്ടല്ലേ ഞങ്ങളത് കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, എന്ത് തന്നെ സാറ് പറഞ്ഞിട്ടും കാര്യമില്ല, എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ്, ആ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് 2 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളത് പത്മ മേഡത്തിന് നല്ല ബോധ്യമുണ്ട്, അതുകൊണ്ട് തന്നെ ആ പൈസ തിരിച്ചു തരാതെ ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരില്ല എന്നുള്ളൊരു തീരുമാനം പറയുമ്പോൾ സൂര്യ പറയണേ, എങ്കിൽ ഞാൻ നിനക്ക് തരാം ആ 2 ലക്ഷം രൂപ, എന്നിട്ട് നീ അമ്മയുടെ അടുത്ത് കൊണ്ടു കൊടുത്താളെ എന്ന് പറയുമ്പോൾ, അത് പറ്റില്ല, സ്കൂളിൽ കൊടുത്തിട്ടുള്ള ആ 2 ലക്ഷം രൂപ തന്നെ വേണം, എങ്കിൽ മാത്രമാണ് ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനിയുടെ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ സൂര്യ തനിച്ചാണ് അവിടെ നിന്ന് പോകുന്നത്.